ഹായ്, നമ്മളിന്ന് കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളതൊന്ന് ഗ്രോ ബാഗിൽ നടാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇത് കണ്ടത് നമ്മൾ വെണ്ടയൊക്കെ ഇത് നമ്മൾ പച്ചക്കറി വിത്ത് വാങ്ങി നട്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ പയറൊക്കെ ഇത് വിത്താണ് നട്ടത്. അപ്പോൾ ഇത് നമ്മൾ തൈകൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് വഴുതനങ്ങയാണ്, വഴുതനയുടെ തൈയാണ്. അതുപോലെ ഇത് മുളക് തൈയാണ്, മുളകിൻ്റെ ഇത് ചിറയാണിന്. അതുപോലെ തന്നെ ഇത് തക്കാളിയാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഗ്രോ ബാഗിൽ നമ്മൾ നടുന്നതെന്ന് നോക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള മണ്ണാണിത്. ഈ മണ്ണിലേക്കാണ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മണ്ണിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചാണകപ്പൊടിയാണ്. ഇത് മുഴുവൻ കൂടെ ചേർത്ത് കൊടുക്കും. ഇത് സ്യൂഡോമോണാസ് ആണ്. ഇതും അല്പം ചേർത്ത് കൊടുക്കാം. ഇത് എല്ലുപൊടിയാണ്. നമുക്ക് എല്ലുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കമ്പോസ്റ്റാണ് കേട്ടോ. നമ്മൾ അളവെടുത്തിരിക്കുന്ന പാത്രമാണ്. ഈ പാത്രത്തിനൊരു 2 പാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ ആദ്യം തന്നെ മണ്ണിലേക്ക് ചാണകപ്പൊടി, അത് കഴിഞ്ഞ് സൂഡോമോണാസ്, പിന്നെ നമ്മൾ എല്ലുപൊടി, പിന്നെ നമ്മൾ കമ്പോസ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഗ്രോ ബാഗ് തയ്യാറാക്കാനുള്ള മിക്സ് തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാം. ആദ്യം ഇതിലേക്ക് കരിയിലയാണ് ഇടുന്നത്. നമുക്കിതിലേക്ക് മിശ്രിതം നിറച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഗ്രോ ബാഗുകൾ കുറച്ച് നിറച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് അതിലേക്ക് തൈകൾ നട്ട് കൊടുക്കാം. ഇത് മുളകാണ് കേട്ടോ. ഇത് ചിറ ഇനത്തിൽപ്പെട്ട മുളകാണ്. അങ്ങനെ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഇതാ ഇങ്ങനെ നട്ടോട്ട് നട്ട് കൊടുക്കാം. തക്കാളിയാണ് കേട്ടോ. തക്കാളി ഇതുപോലെ തന്നെ. ഒരു ഗ്രോ ബാഗിൽ നമ്മൾ ഒരു തൈയാണ് കേട്ടോ നടുന്നത്. നമുക്കിത് നനച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ നട്ട് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി ഇവിടെ തൈകൾ ഇരിക്കുകയാണ്. നമ്മൾക്ക് ഇനി ഇതെല്ലാം നടാനുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.